നമസ്കാരം. വളരുന്ന തലമുറയിൽ മൂല്യബോധം വളർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. എല്ലാം അടിച്ചു തീർക്കുക എന്ന പ്രവണത ചെറുപ്പക്കാർക്കിടയിൽ കൂടുകയാണെന്നും ഇതിന് സിനിമകളും ലഹരിയും കാരണമായിട്ടുണ്ട് എന്നുമാണ് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിൻ്റെ കണ്ടുപിടുത്തം. കച്ചവടത്തിനായാലും ഇത്ര വയലൻസ് സിനിമകളിൽ പാടില്ല എന്നാണ് നടൻ കൂടിയായ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഗവേഷണം. ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പേര് മാത്രം പറഞ്ഞു എന്നേയുള്ളൂ. വിജയൻ വാണാലും സതീശൻ വാണാലും സുധാകരൻ വാണാലും സുരേന്ദ്രൻ വാണാലും ഇനി ശശി തരൂർ തന്നെ വാണാലും ഇത്തരം പറഞ്ഞു ദ്രവിച്ച വാചക കസർത്തല്ലാതെ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അവരവരുടെ അണികളുടെ ഗുണ്ടായിസത്തെയും അതിക്രമങ്ങളെയുമെല്ലാം തടയാനുള്ള ശേഷി ഇവർക്കാർക്കുമില്ല. നിങ്ങളെല്ലാം കൂടി ഇപ്പോൾ കുറ്റം ചാർത്തുന്ന ലഹരിയും സിനിമയും മാത്രമാണ് സമൂഹത്തിൽ പെരുകുന്ന കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലല്ലേ ഉള്ളത്? അപ്പോൾ അതല്ല പ്രശ്നം. കോഴി കട്ടില്ലെന്ന് പറഞ്ഞ് തലയിൽ പൂട തപ്പി നോക്കുന്ന നേതാക്കളൊക്കെ സ്വന്തം കുറ്റം ചാരാൻ ഒരു ചുവര് കണ്ടെത്തുകയാണ്. രാഷ്ട്രീയ ഏമാന്മാരെ, നിങ്ങൾ ഒന്ന് കണ്ണാടിയിൽ നോക്കണം. കൊലപാതകികൾക്ക് ഒളിത്താവളം ഒരുക്കുന്നവർ, ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ക്രിമിനലുകൾക്ക് സ്വീകരണം നൽകുന്നവർ, കൊലപാതകികളെ ജയിലിൽ സന്ദർശിക്കുന്നവർ, അവർക്കായി പിരിവെടുത്ത് കേസ് നടത്തുന്നവർ, നേതാക്കളുടെ തെറിയെല്ലാം വാമൊഴി വഴക്കമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവർ, പീഡനക്കേസിൽപ്പെട്ടവരെ അധികാര കസേരകളിൽ ഇരുത്തുമ്പോൾ താളം പിടിക്കുന്നവർ, പൊതുനിരത്തിൽ സ്ത്രീകളെ പുലഭ്യം പറയുന്നവർക്ക് മേളം കൊട്ടുന്നവർ, ഇത്തരം നേതാക്കളൊക്കെ അല്ലേ ചെറുപ്പക്കാരുടെ അക്രമവാസനയ്ക്ക് ചൂട്ടുപിടിക്കുന്നത്? സംരക്ഷണത്തിന് ആളുണ്ട് എന്ന ധൈര്യം ഏത് അക്രമകാരിയുടെയും ശക്തിയാണ്. ഒരു സമരത്തിന് നേതൃത്വം നൽകിയാൽ അവർക്കെതിരെ അശ്ലീലം പറഞ്ഞ് കേമത്തം കാട്ടുന്നവർക്ക് പാർട്ടികൾ ഓശാന പാടുന്നത് പുതുതലമുറയെ നേർവഴിക്ക് നയിക്കാനാണോ? സ്വന്തം എം.എൽ.എമാർ പീഡനക്കേസിൽ പിടിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ എം.എൽ.എ രാജിവെച്ചാൽ ഞങ്ങളുടെ എം.എൽ.എ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞ് പീഡനക്കേസുകളെ പോലും മഹത്വവൽക്കരിക്കുന്ന നിങ്ങളുടെയൊക്കെ അസഭ്യ രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് നൽകുന്ന മാതൃക എന്താണ്? അപ്പോൾ നിങ്ങളുടെ വിലാപങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സ്വന്തം നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിനെ പരനാറി എന്ന് പലവട്ടം വിളിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ നാവ് പൊങ്ങാത്തവരാണോ കുട്ടികളെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഒരു KPCC പ്രസിഡന്റ് തന്നെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ കൈയടിച്ചു കൊടുക്കുന്ന ഗാന്ധി കൂട്ടങ്ങളാണോ ചാരിത്ര പ്രസംഗം നടത്തി പുതുതലമുറയുടെ അക്രമവാസനയെ ഇല്ലാതാക്കാൻ ഇറങ്ങുന്നത്? ഒരു വിദ്യാർത്ഥി റാഗിംഗ് മൂലം കൊല്ലപ്പെടുമ്പോൾ ചെയ്തവന്റെ കൊടിയുടെ നിറം നോക്കി മാത്രം അപലപിക്കുന്ന നിങ്ങളുടെ അരാഷ്ട്രീയ സംസ്കാരമാണ് പുതിയ തലമുറ ഏറ്റെടുക്കുന്നത്. സംഘടനാ സാമർഥ്യം കൊണ്ട് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് ചൂട്ടുപിടിച്ച് നിൽക്കുന്നത്? വിരമിച്ച പ്രിൻസിപ്പാളിനായി കുട്ടികൾ ശവപ്പെട്ടി പണിയുമ്പോൾ അത് ബിനാലയിൽ പ്രദർശിപ്പിക്കുന്നത് പോലുള്ള ഇൻസ്റ്റലേഷൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഒപ്പീസ് ചെല്ലുന്നവരായി നേതൃത്വങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വെറുതെ സാറ്റ് കളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. കക്ഷി കുക്ഷി വ്യത്യാസമില്ലാതെ നിങ്ങളാണ് കുട്ടികളിൽ വയലൻസ് കുത്തിവെക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത് തെറ്റാണെന്ന് അറിയാമായിട്ടും അത്തരം നിയമലംഘനം നടത്തുന്നവരോട് അത് ശരിയല്ല എന്നും പ്രതിയെ തിരികെ ഹാജരാക്കണമെന്നും പറയാനുള്ള നട്ടെല്ല് നിങ്ങൾ എവിടെയാണ് ഊരിവെച്ചത്? നിങ്ങളുടെയൊക്കെ കുട്ടിപ്പട്ടാളങ്ങൾ പോലീസുകാരെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പരസ്യമായി വെല്ലുവിളി നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു താക്കീതിൻ്റെ സ്വരം പോലും ഉയരാത്തത്? ഉയർന്നാൽ തന്നെ അതിനൊരു മുഴക്കമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും തെണ്ടിയെന്നും തെമ്മാടിയെന്നുമൊക്കെ ചേർത്ത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ആവർത്തിക്കരുത് എന്ന് പറയാൻ എന്താണ് നിങ്ങളുടെ നാവ് പൊന്താത്തത്? സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ എതിരാളിയുടെ നേർക്ക് കത്തി ഉയരുമ്പോൾ, കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ ഏത് രാഷ്ട്രീയ നേതാവിന് തൻ്റെ ഇടമുണ്ട്? ഇടുക്കിയിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായ
ധീരജിനെ യൂത്ത് കോൺഗ്രസ്സുകാരനായ നിഖിൽ പൈലി കൊലക്കത്തിക്കിരയാക്കിയപ്പോൾ കൊലയാളിയെ ന്യായീകരിച്ചുകൊണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു പേനാക്കത്തിയാണ്, അത് വെച്ചൊരാളെ കൊല്ലാനാകുമോ എന്ന് ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒന്നാം നിര നേതാവായ കെ സുധാകരനായിരുന്നില്ലേ? എന്നിട്ട് അഹിംസയുടെ തലതൊട്ടപ്പന്മാരായ കോൺഗ്രസ്സുകാരെങ്കിലും ഒന്നുരിയാടിയോ? കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ അതാത് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ എതിർ സംഘടനക്കാർക്ക് നോമിനേഷൻ നൽകാൻ പോലും സമ്മതിക്കാത്തവരെല്ലാം ചേർന്ന് എന്തുതരം ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമാണ് വലിയ വായിൽ അണികളെ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത എവിടെയാണ് പാതി വിലയ്ക്ക് വിറ്റിരിക്കുന്നത്? ഇനിയിപ്പോൾ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കാൻ പോവുകയാണത്രേ. എന്തിനാണാവോ? എല്ലാറ്റിനും വളം വെച്ചിട്ട് വേണോ ഇത്തരം തട്ടിപ്പുകൾ? മുക്കിന് മദ്യം വിറ്റിട്ട് ആ കാശിൽ നിന്ന് മദ്യം കുടിക്കുന്നവനെ ചികിത്സിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുന്ന തമാശ പോലെ മറ്റൊരു ഭൂലോക തമാശയാണല്ലോ ഇതും. അതല്ലേ നിങ്ങൾ ബോധവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എതിരാളിയുടെ മേൽ കൈക്കരുത്ത് കാണിക്കുന്ന അണികളെ സംഘടനയിൽ നിന്നും പാർട്ടിയിൽ നിന്നും എക്കാലത്തേക്കും പുറത്താക്കും എന്നൊരു തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഇടം ഇന്നാട്ടിലെ സുവിശേഷ പ്രസംഗകരായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടോ? അക്രമം കാട്ടുന്നതും അശ്ലീലം പറയുന്നതും സ്വന്തം പാർട്ടിക്കാരായാലും എതിർ പാർട്ടിക്കാരായാലും തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് ആദ്യം കാണിക്കേണ്ടത്. എന്നിട്ട് മതി സിനിമയിലേക്കും ലഹരിയിലേക്കുമുള്ള ഈ ചൂണ്ടുവിരൽ. ഈ സർക്കാരിൻ്റെ കീഴിലുള്ള സംവിധാനങ്ങൾ തന്നെയല്ലേ ഇവയൊക്കെ നിയന്ത്രിക്കേണ്ടത് എന്നതും ചോദ്യമാണ്. അതിനുള്ള അധികാരം നിങ്ങളുടെ പോക്കറ്റിലല്ലേ കിടക്കുന്നത്? നാടിനെ നയിക്കുന്നവരെല്ലാം ഭയങ്കര ബുദ്ധിജീവികളായതിനാൽ വാദത്തിനു വേണ്ടി സമ്മതിച്ചു തരാം. സിനിമയും ലഹരിയുമൊക്കെ ഇത്തരം അക്രമവാസനകൾക്ക് പ്രേരകമാകാം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നത്ര കുഴപ്പം യുവാക്കൾക്കിടയിൽ സിനിമ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ബോധവൽക്കരണം, കൂട്ടയോട്ടം, സമൂഹ പ്രതിജ്ഞ, തെരുവ് നാടകം എന്നൊക്കെയുള്ള ആരും കേട്ടാൽ ചിരിക്കുന്ന പരിപാടികളുമായി ഇനിയും നടക്കരുത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ ഇവിടെ നടക്കാത്തതാണോ പ്രശ്നം? ലഹരി സമൂഹത്തിന് വിപത്താണെന്നും ശരീരത്തിന് ആപത്താണ് എന്നുമൊക്കെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. സത്യത്തിൽ അത്തരം ബോധമില്ലാത്തത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമാണ്. ലഹരി മാഫിയയുമായി ഓരോ പാർട്ടികളുടെയും അണികൾക്കുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്കാകുമോ? ഉറവിടം കണ്ടുപിടിക്കാനാണ് ഇനി പോകുന്നത് എന്ന് മന്ത്രി പറഞ്ഞത് വളരെ നല്ല കാര്യം. ആ ഉറവിടങ്ങൾ കുടികൊള്ളുന്നത് നിങ്ങളുടെ മൂക്കിന് താഴെയാണ്. ഇത്തരക്കാരെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഓരോ പാർട്ടിയും തീരുമാനിച്ചാൽ അന്ന് തീരും ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം. ഒപ്പം ഇതിന് നിയമത്തിന്റെ സംരക്ഷണം നൽകുന്ന പോലീസ് സേനയിലെ ഏതാനും കള്ളക്കൂട്ടങ്ങളെ കൂടി പുറത്താക്കിയാൽ മാത്രം മതി. ഇതിനൊക്കെയുള്ള ഇച്ഛാശക്തിയില്ലാതെ ബോധവൽക്കരണവുമായി ഇറങ്ങി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അപഹാസ്യരാകരുത്. സ്വന്തം കണ്ണടച്ചാൽ ഇരുട്ടാകുമെന്ന് ഇപ്പോഴും കരുതുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ള നാട്ടുകാർ കണ്ണുകൾ തുറന്നു പിടിച്ചാണ് ജീവിക്കുന്നത്.